ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാതെ കടന്നു പോകേണ്ടിയിരുന്ന ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ മുതൽക്കുള്ള എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരുമിച്ച് കാണാവേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്തായാലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങുന്നത്. അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാമെന്നുള്ളൊരു ബോധോദയം വന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നാത്തൂന് എന്തായാലും ചേമ്പിൻ്റെ താളും ഇലയും ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ എളുപ്പമായി എന്ന് പറയാം. പിന്നെ അതൊക്കെ ഒന്നങ്ങ് കഴുകി നല്ലതുപോലെ ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇനി നമുക്കതൊന്നങ്ങ് തോരനാക്കാം. അപ്പോൾ ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ പരിപാടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ചോറിന് കറിയായിട്ട് ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും തോരനും കേട്ടോ. അപ്പോൾ ഇപ്പോൾ പൊതുവേ മക്കൾസിന് ക്ലാസ്സിലോട്ട് പോകാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഇടവും വലവും നിന്ന് ചെവി തിന്നുവാണ് കേട്ടോ ഓരോരുത്തരായിട്ട്. അപ്പോൾ തേങ്ങ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്ന് തേങ്ങ പൊതിച്ചത് ഇരിക്കുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് തേങ്ങയൊക്കെ ഒന്ന് പൊതിച്ച് തരാനുണ്ട്. ആ പൊതിച്ച് തേങ്ങ പൊട്ടിച്ചത് എടുത്തു കൊണ്ടിരുന്നത് എൻ്റെ ആലുക്കുട്ടനാണ് കേട്ടോ. അവനൊക്കെ അത് എടുക്കാനുള്ള ആവതില്ലെങ്കിലും ഞാൻ തന്നെ കൊടുന്ന് കൊടുത്താളാന്നുള്ള രീതിയിൽ അതൊക്കെ കൊടുന്ന് എൻ്റെ കയ്യിൽ തരുന്നുണ്ട്. പിന്നെ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങാ വെള്ളമാണ് കേട്ടോ. തേങ്ങ പൊട്ടിക്കാനായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ രണ്ടുപേരും ഒരേ ഗ്ലാസ് എടുത്ത് കൈ പിടിക്കുക. അവർക്കത് നിർബന്ധമാണ് കേട്ടോ തേങ്ങാ വെള്ളം. പിന്നെ 4 പേരും കൂടെ കൂടിയിട്ട് തേങ്ങ വെള്ളത്തിനുള്ള ബഹളമായിരിക്കും കേട്ടോ. പിന്നെ 4 പേർക്കും അത് വീതം വെച്ച് ഒഴിച്ചു കൊടുക്കലാണ് ഏറ്റവും പ്രധാന ചടങ്ങ്. ആദ്യമൊക്കെ അത് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. പിന്നെ തേങ്ങ പൊതിക്കുന്ന ആളിപ്പോൾ സ്ഥിരമായിട്ട് ആ ഡ്യൂട്ടി ഏറ്റെടുത്തുകൊണ്ട് മക്കൾക്ക് തേങ്ങാ വെള്ളം വീതം വെച്ച് കൊടുക്കുന്ന ഡ്യൂട്ടി മിക്കാക്ക് തന്നെയാണ് കേട്ടോ. എനിക്ക് രാവിലെ പണികളിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ തേങ്ങ ഇങ്ങനെ ചിരണ്ടി എടുക്കുക എന്നുള്ളത്. എത്രയൊക്കെ ചിരണ്ടിയാലും തീരാത്ത പോലെ തോന്നും. പിന്നെ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ചിരണ്ടിയാലും ഉണ്ടല്ലോ, പണ്ട് മുതൽക്ക് തേങ്ങ ചിരണ്ടി കഴിയുമ്പോൾ എൻ്റെ കൈ എവിടെയെങ്കിലൊക്കെ ഒന്ന് പൊട്ടു കേട്ടോ. എത്ര ശ്രദ്ധിച്ചിട്ട് പൊട്ടാതെ ചിരണ്ടണമെന്ന് നോക്കിയാലും അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പണി ഇഷ്ടമല്ലേ. അങ്ങനെ ഈ ചിരവ കൊണ്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക വേദനയാണ്. പിന്നെ മിക്കപ്പോഴും അത് വലത്തെ കയ്യിലായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കുമ്പോഴും അതുപോലെ മുളകൊക്കെ തിരുമുമ്പോഴൊക്കെ നല്ല സുഖമാണല്ലോ. അങ്ങനെ എൻ്റെ ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിക്ക് കൈയിട്ട് വരണവരാണ് കേട്ടോ എൻ്റെ മക്കൾ. അത് നമ്മൾ ആദ്യമൊക്കെ കുറേ കൊടുക്കുകയെ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് ഇതുപോലെ വന്നിട്ട് അത് മൊത്തം വാരി കഴിക്കും കേട്ടോ. അപ്പം ഞാൻ വരണുണ്ടോയെന്നും ഇനി ക്യാമറ ഓണാണോ എന്നൊക്കെ ആളവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ക്യാമറ ഓഫാണെന്നുള്ള ഒരു ആവേശത്തിലാണ് കേട്ടോ ഇത്ര അധികാരത്തിൽ വന്ന് തേങ്ങ വാരി കഴിക്കണേ. എത്രയൊക്കെ അങ്ങനെ കഴിക്കരുതെന്ന് പറഞ്ഞാലും കഴിക്കുക. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കളിയായിട്ട് പറയും കേട്ടോ, ഇങ്ങനെ കൂട്ടാത്തിന് അരയ്ക്കുന്ന തേങ്ങ വാരി തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് പെരും മഴയായിരിക്കും കേട്ടോ. ഉമ്മയുടെയൊക്കെ കല്യാണത്തിന് മഴയായിരുന്നേ. അപ്പോൾ ഉമ്മയൊക്കെ തേങ്ങ കഴിച്ചിട്ടാന്ന് പറയും. അത് സാരമില്ല അമ്മ, മഴയല്ലേ, ആ കല്യാണം കഴിക്കുമ്പോഴല്ലേ എന്ന് പറഞ്ഞിട്ട് അവരതൊക്കെ നിസ്സാരമായിട്ടെടുക്കും. ഈ പണ്ട് നമ്മളെ പേടിപ്പിക്കാനായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് എൻ്റെ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അവർ ചിരിച്ച് തള്ളിക്കളയും കേട്ടോ. ഒന്നിനോടൊരു പേടിയില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഈ ഫോണിൽ ചില ഗോസ്റ്റ് അപ്പിയറൻസ് ഒക്കെ കാണിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കി, എവിടെ അതിൽ പോലും വീഴില്ല. അതിൽ ചെറുതായിട്ടെങ്കിലും എൻ്റെ കുഞ്ഞുമക്കൾ ഇച്ചിരി ഒന്ന് പേടിക്കണതും പുറത്തേട്ടൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങാതിരിക്കണതും കാഞ്ചന മൂവിയിലെ ആ മൂവിയിലെ ആ ഒരു ട്യൂണുണ്ടല്ലോ, ആ ട്യൂണിൻ്റെ ഒരു ചെറിയ ഭാഗം കേൾപ്പിക്കുമ്പോഴാണ് കേട്ടോ. ഇപ്പോൾ സ്ഥിരമായിട്ട് അത് കേൾപ്പിക്കണോണ്ടാന്ന് തോന്നുന്നു ആ ട്യൂണിനും ഒരു പേടിയില്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങളുടെ അടുത്തൊക്കെ ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വികൃതി കാണിക്കുമ്പോഴോ ഉറങ്ങാതിരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, വല്യാപ്പായും വല്യമായൊക്കെ പ്രേതകഥകൾ, ജിന്നുകളുടെ കഥകളെന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരേ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുവേ. അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 2 ദിവസത്തേക്ക് നമ്മൾ ഇരുട്ടത്തേക്ക് പോയിട്ട് ലൈറ്റ് ഇടാതെ ആ മുറി പോലും ഇരിക്കില്ല കേട്ടോ. പക്ഷേ ഇന്നത്തെ മക്കളോട് അങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര ഇൻട്രസ്റ്റിൽ ആ കഥ കേൾക്കും. പക്ഷേ എന്ന് വെച്ചിട്ട് അതിനൊരു പേടിയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവരതൊക്കെ ആ കഥയുടെ സെൻസിൽ തന്നെ എടുക്കുകയും ഓരോ കാലഘട്ടത്തിൻ്റെ വ്യത്യാസങ്ങളായിരിക്കാം. അങ്ങനെ പിന്നെ ഇന്നലെ ഒരുപാട് തിരക്കുകളിൽ കൂടെ എന്തൊക്കെയോ പണിക്കൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പകുതി മുക്കാൽ ഹോംവർക്കുകൾ പെൻഡിങ് ആണ്. അങ്ങനെ രാവിലെയാണ് ടൈം ടേബിൾ നോക്കാനായിട്ട് ഞാൻ എടുക്കണേ. ടൈം ടേബിൾ നോക്കാനെടുത്തപ്പോൾ മെയിനായിട്ടുള്ള ഹോംവർക്കുകൾ മോൻ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ
ഇപ്പം തന്നെ ചെയ്യിപ്പിച്ചില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, കാര്യം മിസ്സിനൊരു വോയിസ് വിട്ടാൽ മതി. പക്ഷെ ഇതിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഹോംവർക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വൈകിട്ട് വരുമ്പോൾ മെയിനായിട്ടുള്ള കുറ്റം മൊത്തം എനിക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഉമ്മി ഹോംവർക്ക് ചെയ്യിപ്പിച്ചില്ല, ഉമ്മി എന്നെ ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തില്ല, ഉമ്മി ഹോംവർക്ക് ചെയ്യാൻ എന്നോട് പറഞ്ഞില്ല, അങ്ങനെ മൊത്തത്തിൽ ആ കുറ്റം ഫുള്ള് എനിക്കായിരിക്കും. ശനിയാഴ്ച മുതൽക്ക് നമ്മൾ ഈ ഹോംവർക്കിൻ്റെ കാര്യം പറയണമായിരിക്കും കേട്ടോ. അപ്പോൾ ആളങ്ങനെ ഇരുന്ന് തന്നെ ഒരു സ്വഭാവമേ അല്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിരിപിരിവൂന്ന് മെരമണുകളായിട്ട് നടക്കണ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ അങ്ങനെ പിടിച്ചിരുത്തി നമുക്ക് പഠിപ്പിക്കാനോ ഹോംവർക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇനി വഴക്ക് പറഞ്ഞ് ഇരുത്താന്ന് ഓർത്താലും നടക്കില്ല കേട്ടോ. ആൾക്കായിട്ട് തോന്നിയ ഒരു മൂഡ് വന്നാൽ മാത്രം വന്നിരുന്ന് പഠിക്കും, വന്നിരുന്ന് എഴുതും. ആ ഒരു മൈൻഡുള്ള ആളാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ മോൻ. അപ്പോൾ പിന്നെ കൈയൊക്കെ ഒന്ന് ക്ലാപ്പ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച ഒരു പ്രകാരം ആ ഹോംവർക്ക് ഒന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾക്ക് പുള്ളിക്ക് കുറച്ച് നിർബന്ധങ്ങളും വാശികളൊക്കെ കൂടുതലാണ് കേട്ടോ. മോളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ വന്നിരുന്ന് എഴുതിക്കോളും. പഠിക്കാനുള്ളതിന് ഞാൻ കൂടെ ഇരിക്കണമെന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പുറകെ നടക്കണ്ട. ഞാൻ കൂടെ ഇരുന്നില്ലെങ്കിൽ ആളൊഴപ്പം പഠിക്കില്ല. പക്ഷെ മോൻ അങ്ങനെയല്ല കേട്ടോ. അങ്ങനത്തെ തകൃതിയായിട്ട് അവനൊക്കെയുള്ള ഹോംവർക്ക് അവിടെ കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം ഒന്ന് അപ്പമൊക്കെ ചുട്ടെടുക്കണം. അപ്പോൾ കറിയൊക്കെ നേരത്തെ ആയതുകൊണ്ട് ഇനി ആ പരിപാടിയൊന്നുമില്ല കേട്ടോ. എത്രയൊക്കെ നേരത്തെ കാര്യങ്ങളെല്ലാം കഴിച്ചു വെച്ചാലും ലാസ്റ്റ് നിമിഷം മൊത്തത്തിലൊരു തിരക്കായിരിക്കും കേട്ടോ. അതെന്നാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ. കാര്യം ഒരു 5 മണിക്ക് എഴുന്നേറ്റ് കിച്ചണിലെ ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ തുടങ്ങി ഒരു 7:30 എൻ്റെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കയറി വന്ന് അതിൻ്റെ പുറകെ പോയി, അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലുമൊക്കെ വാശികൾ കാണിച്ച് പിന്നെ അതിൻ്റെ പുറകെ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നിന്ന് അങ്ങനെ സമയം പോയി. ഞാൻ എപ്പോഴും വിചാരിക്കുക അങ്ങനെയൊന്നല്ല, ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ടൈം ടേബിൾ പ്രകാരം കറക്റ്റായിട്ട് രാവിലത്തെ പണികളൊക്കെ തീർത്ത് മക്കൾസ് സ്കൂളിൽ പോണ സമയമാകുമ്പോഴത്തേനും തിരക്കുകളൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് അവരെ പറഞ്ഞു വിടണം എന്നൊക്കെ കേട്ടോ. പക്ഷെ ഒരിക്കൽ പോലും നടക്കാറില്ല. എന്തെങ്കിലുമൊക്കെ രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് രാവിലത്തെ പണികൾ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും പെട്ടെന്ന് അപ്പം ചുട്ടെടുക്കാമല്ലോ, കലക്കി ചുടണം അപ്പല്ലേ എന്നുള്ള ഓവർ കോൺഫിഡൻസിൽ ഞാൻ കുറച്ച് നേരം എന്തൊക്കെയോ തിരക്കിൽ പോയോണ്ട് ലാസ്റ്റ് ഡേ യൂണിഫോം ഇടലും അപ്പം ചുടലും തോരൻ വെക്കലും എല്ലാം കൂടെ കൂടിയിട്ടുണ്ടല്ലോ, ആകെപ്പാടൊരു തിരക്കായിട്ടോ. അപ്പോൾ വാപ്പി ഒന്ന് ഇട്ട് കൊടുത്ത യൂണിഫോമാണ്. അപ്പോൾ അത് പോരാന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വന്നിരുന്നേക്കണേ കാണണേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ ഓരോരോ ആവശ്യങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് പോണത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിത്തിരക്കിലായിരിക്കുമല്ലോ. അപ്പോൾ ഓരോ പണിയുടെ ഇടയ്ക്കായിരിക്കും ഇവർ എന്തെങ്കിലുമൊക്കെ ഓരോ ആവശ്യങ്ങളായിട്ട് വന്നെ. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പണി മറന്നു പോകും, ഇവർക്ക് ചെയ്ത് കൊടുക്കാനുള്ള പണിയും മറന്നു പോകും. അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ട് ഒരു വഴിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വേഗം തന്നെ താളം അങ്ങ് ഉലത്താനായിട്ട് ഇടുന്നുണ്ട്. അതിന് ചെറിയ ഉള്ളി ഒന്നങ്ങ് വാട്ടിയിട്ട് അതിലേക്ക് തേങ്ങയും പച്ചമുളകും ഒതുക്കിയെടുത്തതും ചേർത്ത് അതും ഒന്ന് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങുമ്പോഴത്തേനും അരിഞ്ഞു വച്ചിരിക്കുന്ന താളിട്ടിട്ട് ഉപ്പും പാകത്തിനിട്ട് തട്ടിപ്പൊത്തി ഇളക്കി വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചേമ്പിൻ്റെ താളിൻ്റെ തോരൻ റെഡിയാക്കാം കേട്ടോ. അപ്പം ഇതിങ്ങനെ തോരൻ വെക്കണ ചേമ്പാണേ, അല്ലാതെ നമ്മുടെ സാധാ ചേമ്പല്ല കേട്ടോ. അപ്പം അതങ്ങനെ അരിഞ്ഞും കൂടെ തന്നു വിട്ടുകൊണ്ട് രാവിലെ എനിക്ക് അത്രയും സുഖമായി. അങ്ങനെ പിന്നെ അത് അടുപ്പത്തേക്ക് ഇട്ടിട്ട് വേഗം തന്നെ വന്ന് മോൾക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഓരോരുത്തരിങ്ങനെ ഓരോ ആവശ്യങ്ങളും കൊണ്ട് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. എത്രയൊക്കെ നമ്മൾ ഓർത്ത് വെച്ചാലും മറന്നു പോകുമെന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഞാൻ മക്കൾസിനുള്ള ചോറ് വിളമ്പുവാണ് കേട്ടോ. എത്രയൊക്കെ തിരക്കാണെങ്കിലും ആ ചോറ് വിളമ്പണ സമയത്ത് കറക്റ്റായിട്ട് മോള് ഹാജർ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ചോറ് അതിൽ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ അതിൻ്റെ അളവ് ഇത് ചെയ്യാനാണ്. ഇപ്പോൾ ഞാൻ ചോറ് വിളമ്പിയതിൽ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും മാത്രമായിട്ട് വെച്ചിട്ടുള്ളൂ. തോരൻ വെക്കാനായിട്ട് ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതൊക്കെ ബാഗിലാക്കിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴാണ് എനിക്ക് ബോധം വന്നത്, അയ്യോ ഞാൻ കൊച്ചുങ്ങൾക്ക് മക്കൾസിന് ചോറിൽ തോരൻ വച്ചിട്ടില്ലെന്ന്. പിന്നെ ഓടിപ്പോയി ബാഗൊക്കെ തുറന്ന് ചുറ്റുപാത്രം എടുത്ത് ആ തിരക്കിൻ്റെ ഇടയ്ക്ക് തോരനും കൂടെ വച്ചിട്ട് ദേവാപ്പി മക്കളും പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പോകാനായിട്ട് റെഡിയായി വണ്ടിയിലൊക്കെ കയറാനായിട്ട് നിന്നപ്പോൾ അടുത്തത് മോൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങൾക്ക് വാശിയും പോവണില്ല എന്നുമൊക്കെ. ഇങ്ങനെയാണ് എപ്പോഴും. എത്രയൊക്കെ സന്തോഷത്തിൽ സമാധാനത്തിൽ നമ്മളിങ്ങനെ രാവിലെ അവരെ റെഡിയാക്കി നിർത്തിയാലും പോകാനിറങ്ങുമ്പോഴത്തേനും ഒന്നെങ്കിൽ മോക്ക് അല്ലെങ്കിൽ മോനക്ക്, ഇനി ഇവർക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ലെങ്കിൽ
കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് വാപ്പി വർക്ക്ഷോപ്പില്ലാത്തൊരു ദിവസമാണ്. അതുകൊണ്ട് മോനും ഇത്താത്താനെ ഇക്കാക്കാനെ കൊണ്ടുപോയി വിടാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ മോളെയും കൂടി കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഇക്ക മോളെ കൊണ്ടുപോകണില്ല കേട്ടോ. അപ്പോൾ അതിന് വാശി എടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുവാണേ. വാപ്പി വീട്ടിലിരിക്കുന്ന ദിവസം ഇങ്ങനെയാണ്. വർക്ക്ഷോപ്പിൽ പോണ ദിവസം വാപ്പി അവിടെ വണ്ടി എടുത്തുകൊണ്ട് പോയാലും കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ വാപ്പി വീട്ടിലിരിക്കുകയാണെന്ന് തോന്നുന്ന ദിവസം പിന്നെ വാപ്പിയുടെ വണ്ടി അനങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നിൽ 2 പേരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും നല്ലൊരു വെയിലുള്ള ദിവസമായതുകൊണ്ടാണ് ആലക്കുട്ടനെ കൊണ്ടുപോയത്. അപ്പം ഇന്നുമോളെ കൊണ്ടുപോകാത്തതിൻ്റെ വാശിയും കരച്ചിലും നല്ല കാര്യമായിട്ടുണ്ട്. അതിനിടയ്ക്ക് എന്നെ നന്നായിട്ട് മെനപണി നടത്തുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇവള് കയ്യിൽ നിന്ന് ഇറങ്ങില്ല. ഇനി ഇവളെ വച്ചുകൊണ്ട് വേണം കേട്ടോ ഇന്നിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. വാശി വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമാണ്. അപ്പം ഞാൻ നല്ല വാക്കൊക്കെ പറഞ്ഞൊന്ന് നിലത്ത് നിർത്താനായിട്ട് നോക്കുന്നുണ്ട്. നടക്കില്ല കേട്ടോ. മിക്കപ്പോഴും എൻ്റെ ദിവസങ്ങൾ പണികൾ പെൻഡിങ് ആവണതും എനിക്ക് ഇരട്ടി പണി കിട്ടണത് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ വാശി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ 2 പേരും ഞാൻ എടുക്കണം എന്നുള്ള ഒറ്റ നിർബന്ധത്തിൽ നിൽക്കും. എന്ത് ചെയ്ത നിലത്തിറങ്ങില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പണികളെല്ലാം അങ്ങനെ കിടക്കും. പിന്നെ ഒരു പ്രകാരം ഒന്ന് പൊനയിച്ചും ഒക്കെ വാപ്പി തിരിച്ച് വരണ വരെ ഒന്ന് ഇരുത്തണുണ്ട്. ഇല്ലെങ്കിൽ ആൾ കരഞ്ഞ് പിടിച്ച് ഇന്നത്തെ ദിവസം മൊത്തത്തിൽ കൊളാക്കും കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഇക്ക വീട്ടിലിരിക്കുന്ന ദിവസമായതുകൊണ്ട് കുറച്ചധികം പണികളുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം കുടുംബശ്രീക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകണമായിരുന്നേ. അപ്പോൾ എനിക്ക് കുടുംബശ്രീക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്നിനിപ്പോൾ ഞാൻ അതിന് വേണ്ടി പഞ്ചായത്തിലും പോകണം കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഈ വക കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാണ്ട് നടക്കണോണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ പോണ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു മടിയാണ് കേട്ടോ. പിന്നെ ചില കാര്യങ്ങൾ എത്രയൊക്കെ മടിയാണെങ്കിലും പോകാതെ രക്ഷയില്ലല്ലോ. അങ്ങനെ പിന്നെ അതേ വേഗം തന്നെ ഞങ്ങൾ ചായയും കൂടെ അങ്ങ് കുടിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പം ഇക്കുള്ള ദിവസമാണ് ഈ ഒരുമിച്ചിരുന്നുള്ള ചായ കുടിയൊക്കെ നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പോൾ മക്കൾസിനെയും കൂടെ ഉറക്കി കഴിഞ്ഞ് കിട്ടേണ്ട ഗ്യാപ്പിലാണ് ഞാൻ ചായ കുടിക്കാതിരിക്കണേ. ഇല്ലെങ്കിൽ അവർ എൻ്റെ ചായ കുടി മൊത്തത്തിൽ കൊളാക്കി കൈ തരും കേട്ടോ. അങ്ങനെ പിന്നെ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനി വേഗം ഒരു തട്ടിക്കൂട്ട് ക്ലീനിങ് ഒന്നങ്ങ് നടത്തിയിട്ടിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ക്ലീനിങ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോഴും നമുക്ക് തന്നെയാണല്ലോ ഇരട്ടിപ്പണി. അപ്പോൾ അതിൽ നല്ലത് വേഗം തന്നെ നമ്മുടെ പണികളൊക്കെ ഒന്ന് കഴിച്ച് വെച്ചിട്ട് നമ്മൾ അടുത്ത കാര്യങ്ങൾക്ക് പോകണേല്ലേ. അപ്പോൾ ടേബിളൊക്കെ വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതേ അകമൊക്കെ പെട്ടെന്ന് അങ്ങ് അടിച്ചു വാരിയും കൊണ്ട് എടുക്കാമെന്ന് വെച്ചു കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും തുടയ്ക്കാനായിട്ടോടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോണ കാര്യങ്ങളെല്ലാം മുടങ്ങുവേ. അപ്പോൾ അതേ മക്കൾസ് 2 പേരും വാപ്പിയുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വാപ്പി മക്കളും കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന നേരത്ത് നമുക്ക് വേഗം തന്നെ നമ്മുടെ പണി തീർക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവർ നിരത്തിയിട്ടിരുന്ന കുറച്ച് ടോയ്സും അവരുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഒന്നങ്ങ് അടക്കി വെച്ചിട്ട് വേഗം ഒന്നങ്ങ് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അടിച്ചു വാരി കിച്ചണും കൂടെ ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാൻ. ഇപ്പോൾ 3-4 ദിവസം നിരന്തരമായിട്ട് ഇങ്ങനെ മഴ നിർത്താതെ പെയ്യണോണ്ട് ഇന്നിപ്പോൾ രാവിലെ മുതൽക്ക് നല്ല വെയിലാണ് കേട്ടോ. അങ്ങനെ മഴക്കാറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ എനിക്കുണ്ട്. കാരണം കുറേ തുണികൾ ഉണങ്ങാനായിട്ട് പുറത്ത് വിരിച്ചിടാനുണ്ട്. അപ്പോൾ വെയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രത്യേക ഉത്സാഹം ഉണ്ടല്ലോ. തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമ്പോൾ തന്നെ പകുതി മുക്കാൽ പണിയും തീർന്ന പോലെയാണല്ലോ. അതുപോലെ തന്നെ മുറ്റവും നമുക്ക് കുറച്ച് എളുപ്പത്തിൽ അടിച്ചെടുക്കാം. മറ്റേ മഴ പെയ്തിങ്ങനെ ഇലയൊക്കെ വെള്ളത്തിൽ കിടക്കുമ്പോൾ അടിച്ചെടുക്കാനായിട്ട് നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ലോഡ് തുണി അങ്ങനെ വിരിച്ചിടാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അതൊക്കെ മെഷീനിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വേഗം അടുക്കളയും കൂടി വന്ന് അടിച്ച് വാരി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം അകത്തെ പണികളൊക്കെ കഴിഞ്ഞ് തുണിയും കൂടെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിച്ച് റെഡിയായി പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം കേട്ടോ. അപ്പോൾ അതേ വേഗം തന്നെ തുണി വിരിച്ചിടാൻ ഇറങ്ങിയപ്പോൾ ഒപ്പത്തിനൊപ്പമായിട്ട് മോനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തൊരു പണിക്ക് ഇറങ്ങിയാലും എൻ്റെ ഒപ്പം ഈ വിക്രമാദിത്യനും വേതാളവും പോലെ ഉണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ മോള് ചെറിയ വാശിയിലിരിക്കുന്നതുകൊണ്ട് വാപ്പിയുടെ കൂടെ അങ്ങനെ ഇരുന്നുകൊണ്ടാണ് മോള് മുറ്റത്തേട്ട് ഇറങ്ങി വരാത്തത്. അപ്പോൾ മോൻ എന്തായാലും കട്ടയ്ക്ക് കൂടെയുണ്ട്. ഇനി എങ്ങാനും ഞങ്ങൾ പോണ സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലത്ത് ചാടാൻ വെള്ളം തുണിയിലേക്ക് തെറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ പതുക്കെ ഒരു കോലൊന്ന് കുത്തി അഴ ചെറുതായിട്ടൊന്നങ്ങ് പൊക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇന്നത്തെ കാലാവസ്ഥ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ലല്ലോ. ചിലപ്പോൾ മഴ പെയ്യാം, ചിലപ്പോൾ പെയ്യാതിരിക്കാം. എന്തായാലും റിസ്ക് എടുക്കണ്ട. അങ്ങനെ എൻ്റെ വീടിൻ്റെ ഒതുക്കലും പറക്കലും വൃത്തിയാക്കലും തട്ടിക്കൂട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയായി, മക്കൾസിനെ റെഡിയാക്കി ഇക്കായിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി മക്കളെ കൊണ്ടുപോയി എൻ്റെ വീട്ടിലൊന്നാക്കണം കേട്ടോ. അപ്പോൾ അവരെയും കൊണ്ട് പോക്ക് റിസ്ക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബൈക്കിനാണ് പോണത്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അത് മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. ഇവർ കുറച്ച് കഴിഞ്ഞ്
കഴിയുമ്പോഴത്തേനും കരയാനും ബഹളം വയ്ക്കാനും തുടങ്ങും. അപ്പോൾ വീട്ടിൽ മുച്ചിൻ്റെ വാപ്പിച്ചിൻ്റെ അടുത്താക്കിയിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങനെ പഞ്ചായത്തിലേക്ക് പോകാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇച്ചാപ്പിയായിട്ട് അവർ തകൃതിയായ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ കുടുംബശ്രീ ഓഫീസിലേക്കാണ് പോണേ. അപ്പോൾ അവിടെ ചെന്ന് കുടുംബശ്രീയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വസ്ഥമാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇക്ക വീട്ടിലിരിക്കുന്ന ദിവസമാണ് കേട്ടോ ഇതുപോലെയുള്ള എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മൂത്തവർ സ്കൂളിലും പോയി കുഞ്ഞുങ്ങളെ വീട്ടിലും ആക്കിയിട്ട് സ്വസ്ഥമായിട്ട് പോവാന്ന് വെച്ചാൽ. അപ്പോൾ എൻ്റെ ചട്ടി പൊട്ടിയ ഒരു സമയം, അതായത് ഏകദേശം ഒരു 6-7 മാസമായിട്ട് ഞാൻ പറയണ ഒരാവശ്യമാണ് എനിക്കൊരു പുതിയ മീൻ ചട്ടി വാങ്ങി തരാനായിട്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ പ്ലാൻ ചെയ്യണത് പോലെ ഒരിക്കലും നടക്കാറില്ല. അപ്രതീക്ഷിതമായിട്ടായിരിക്കും കേട്ടോ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ എന്തായാലും അങ്ങനെ അപ്രതീക്ഷിതമായിട്ടൊരു ലീവും ഒപ്പം ഇങ്ങനെ ചട്ടി വാങ്ങാനായിട്ട് ഒരു 6-7 മാസം കാത്തിരുന്ന് ഇന്നാണ് കേട്ടോ ഇപ്പം എനിക്ക് പുതിയ മീൻ ചട്ടി കിട്ടുന്നത്. അങ്ങനെ വന്നത് ഓരോ ചട്ടിയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ നോക്കി ചട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ചട്ടി എടുക്കുന്നുള്ള കൺഫ്യൂഷനായി എന്ന് പറയാം. അതുപോലെ പല രീതിയിലുള്ള പല വലിപ്പത്തിലുള്ള ചട്ടികൾ. പിന്നെ ഞാനൊരു പ്രകാരം ഒരു 2 കിലോ 1 കിലോൻ്റെ അടുക്ക മീൻ വേവാൻ പാകത്തിനുള്ള ചട്ടി തരാൻ പറഞ്ഞ് ഉള്ളതിൽ ഞാൻ എടുത്ത് കയ്യിൽ വെച്ചിട്ടില്ലേ, ആ ചട്ടിയാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഒരു കലം ചീഞ്ചട്ടി, അങ്ങനെ 2-3 ഐറ്റംസൊക്കെ വാങ്ങി പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കടയിലോട്ട് പോണ സമയത്ത് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോട്ട് എടുത്തിട്ടുണ്ട്, ഞാൻ കോട്ട് എടുത്തിട്ടില്ല. കുറച്ച് നനഞ്ഞിട്ടാണെങ്കിലും കടയിലൊക്കെ വന്നു. കടയിൽ വന്ന് സാധനങ്ങളുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ശക്തിയായിട്ടുള്ള മഴയായിട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ പോസ്റ്റായില്ല, കാരണം കാണാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈ മണ്ണിൽ പല പല ഐറ്റംസ് ഇങ്ങനെ ചെയ്തു വച്ചേക്കണ കാണാനായിട്ട് നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും ചട്ടി, അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ പോട്ട്സ് കാര്യങ്ങൾ ഇതെല്ലാം വാങ്ങാൻ വന്നത് ഇവിടെയാണ്. അപ്പോൾ കുറച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഇവിടുത്തെ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ആ ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും നമ്മളെ ഡീൽ ചെയ്യണ ഒരു വിധം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഇഷ്ടത്തിനുള്ള ഐറ്റംസ് അവരെടുത്ത് തരുവേ, അതിനങ്ങനെ അവർക്ക് മടിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ ചട്ടിയും കാര്യങ്ങളൊക്കെ കുറേ നേരത്തെ തപ്പിപ്പറക്കലിന് ഒരു ഒടുവിൽ ഒരെണ്ണം ഫിക്സ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇക്കതേ കോട്ടൊക്കെ ഒന്ന് അങ്ങ് മടക്കി എടുക്കുന്നുണ്ട്. പുറത്ത് മഴയായി കഴിഞ്ഞപ്പോൾ കോട്ട് നനയാതിരിക്കാൻ ആളെടുത്ത് കയ്യിൽ വെച്ചേക്കണയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ പോസ്റ്റ് അടിച്ച് നിന്ന് പിന്നെ മഴ ചെറുതായിട്ടൊന്ന് അങ്ങ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു കേട്ടോ. ഇനി അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇക്കാക്കൊരു ഷർട്ട് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്ക ഷർട്ട് ട്രയൽ നോക്കാൻ പോയ ഗ്യാപ്പിൽ ഞാൻ ചെറുതായിട്ട് ഷർട്ടൊക്കെ ഒന്ന് തപ്പി നോക്കുന്നുണ്ട്. കുറേ എടുത്ത് നോക്കിയാലാണ് കേട്ടോ ആൾക്ക് ഒരെണ്ണം ഒന്ന് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ സംഭവബഹുലമായി കുറേ നേരത്തെ തെരച്ചിലിനൊടുവിൽ ഒരു ഷർട്ടൊക്കെ എടുത്ത് പാൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ബില്ലടിക്കാനായിട്ട് നിന്ന് അങ്ങനെ അതൊക്കെ ബില്ലടിച്ചതേ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അവസ്ഥ നോക്കണേ. ഞാൻ വിരിച്ചിട്ടിട്ട് പോയ തുണിയൊക്കെ നനഞ്ഞ് നല്ലൊരു അടിപൊളി മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. പിന്നെ എന്തായാലും അത് എടുത്തിടാനൊന്നും തോന്നിയില്ല, എന്തായാലും നനഞ്ഞു. കുറച്ച് നേരം അവിടെ കിടക്കട്ടെ എന്ന് വെച്ച് വേഗം തന്നെ അകത്തേക്ക് വന്ന് ഡ്രസ്സ് പോലും മാറാതെ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് അങ്ങ് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളെന്ത് സാധനം മേടിച്ചു കൊടുത്താലും പിന്നെ അതൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇച്ചിരി നേരം ഒന്ന് പിടിച്ചൊക്കെ നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലല്ലോ. പിന്നെ അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഇനി മക്കൾസിനെ വിളിക്കണമല്ലോ, മക്കൾസിനെ കൂട്ടിയിട്ട് വേണം ഇനി തിരിച്ചു പോകാനായിട്ട്. അപ്പോഴേക്കും ഇനി ഇത്തുമോളും അത്തുമോനൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവർ വരണേന് മുമ്പിട്ട് വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ ഇന്നിനിപ്പോൾ അടുത്ത ബഹളത്തിനുള്ള കാരണമാവുകയെ. അപ്പോൾ വൈകിട്ട് പിന്നെ മദ്രസയിലും വിടണം, നബിദിനത്തിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും തകൃതിയായിട്ട് നടക്കുവാണല്ലോ. അപ്പോൾ ഞങ്ങളെ കണ്ട സന്തോഷത്തിൽ മക്കൾസ് ഓടിപ്പാഞ്ഞെത്തിയിട്ടുണ്ട്. അതിനിടയ്ക്ക് പോയി നോക്കിയപ്പോൾ വാപ്പപ്പാടെ ആട്ടുംകൂടിലാണെങ്കിലോ ഒരു എലി ഫാമിലി തന്നെ ക്രിയേറ്റ് ചെയ്തേക്കണു കേട്ടോ. 2-3 വലിയ എലികളും പിന്നെ കുറേ എണ്ണിയാലൊടുങ്ങാത്ത കുഞ്ഞെലികളും, അങ്ങനെ ഒരു കുടിയൊഴിപ്പിക്കലിനും കൂടി സാക്ഷ്യം വഹിച്ചാണ് ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ച് ഞങ്ങട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.